കുഞ്ഞി, ലാലേട്ടന്റെ പടത്തിന് ടിക്കറ്റ് കിട്ടാത്തോണ്ടല്ലേ നമ്മൾ മറ്റേ പടത്തിന് ടിക്കറ്റ് എടുത്തത്. അടുത്ത തവണ എന്തായാലും നമുക്ക് ലാലേട്ടന്റെ പടത്തിന് തന്നെ പോവാം. ഉറപ്പാണോ? അടുത്ത തവണ നേരത്തെ ലാലേട്ടന്റെ പടത്തിന് ടിക്കറ്റ് എടുത്ത് വെക്കാൻ നമുക്ക് കടയിലെ സലിയോട് പറയാം. വാക്ക് മാറ്റില്ലല്ലോ? ഇല്ലെന്നേ. എങ്കിൽ ഞാൻ പിണക്ക് മാറ്റാം. അത് മതി. സാർ ഓർഡർ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ. പതിവ് മസാല ദോശയല്ലേ? അപ്പോ 5 മസാല ദോശ. 5 മസാല ദോശ. ഓക്കെ. അതെ, മസാല ദോശന്റെ കൂടെ ഒരു ഉത്തപ്പം, ഒരു പൊടി ദോശ, ഒരു നെയ് റോസ്റ്റ്. എന്താടി ഇത്? ഞാനൊന്ന് പറയട്ടെ. തീർന്നില്ലേ? ഇല്ല, ഒരു കാരറ്റ് ദോശ കൂടെ. ഓക്കെ. അവന്മാരെവിടെ? അവിടെ ഉണ്ട്. പത്മനാഭൻ മുതലാളി, നിങ്ങളെ ഇടപാടൊക്കെ അങ്ങ് കരിനീലക്കാവി പോരെ? ടൗണിലെ ഈ മാർക്കറ്റ് കൂടി കൈയടക്കി ഭരിക്കേണ്ട കാര്യമുണ്ടോ? അത് നിശ്ചയിക്ക നീ ആരാ? പത്മനാഭനെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പത്മനാഭൻ തന്നെയാ. അതിനാരുടെ ഉപദേശം പത്മനാഭന് വേണ്ട. ഈ മാർക്കറ്റ് കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാ. ഇത് ഇനി ഞങ്ങൾ അങ്ങ് നടത്തും. അത് നീ നിന്റെ തറവാട്ടിൽ പോയി പറഞ്ഞാ മതി. ഈ പത്മനാഭനോട് വേണ്ട. മുതലാളി പറയുന്ന കേക്ക്. വെറുതെ നിങ്ങൾ ഈ ചന്ത ഞങ്ങൾക്ക് വിട്ടു തരണ്ട. കമ്മീഷൻ തരാ. എടോ, കമ്മീഷന് മറിച്ചടിക്കാനല്ല പത്മനാഭനെ ഈ മാർക്കറ്റ് ലേലത്തിൽ പിടിച്ചത്. ഈ ചന്ത ലേലം പിടിച്ചത് ഞാനാണെങ്കിലേ ഇത് ഞാൻ തന്നെ നടത്തും. അല്ലെങ്കിൽ തന്നെ ഒരു കൂട്ടുകച്ചവടത്തിന് പത്മനാഭൻ ഒരിക്കലും ഒരു താല്പര്യമില്ലടോ. വാക്കാലുള്ള എഗ്രിമെന്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. മുതലാളി ഒന്ന് വായിച്ചു നോക്കി ഒപ്പിട്. എന്നിട്ട് ഈ ചന്ത ഞങ്ങൾക്ക് വിട്ടതാ. ആദ്യം നിങ്ങൾ വായിച്ചു നോക്ക്. ഞങ്ങളെ പിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചന്ത നടത്താമെന്ന് വിചാരിക്കണ്ട. നീയൊക്കെ എന്താ ഭീഷണിപ്പെടുത്തുന്നോ? ഞങ്ങൾക്ക് ഈ ചന്ത നടത്താൻ നീയൊക്കെ എന്താ മുങ്ങി വിളിച്ചോ? മര്യാദക്ക് നീയൊക്കെ ഈ ചന്തയിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലായെങ്കില് നിന്നെയൊക്കെ കൊത്തി അരിഞ്ഞ് ഈ ചന്തയിലെ പട്ടികൾക്ക് ഇട്ടു കൊടുക്കും. അത് വേണ്ടെങ്കില് ഉള്ള ഉയരും കൊണ്ട് ഇവിടുന്ന് വിട്ടു പോയിക്കോണം കേട്ടല്ലോ. അടാ തല്ലി കൊല്ലടാ.
എന്നെ വിടാൻ. അടിച്ചോടിയടാ താഴെ ഇറക്കണം. അത് പറയാ നീ ആരാടാ? ഈ നിൽക്കുന്ന പടനിലത്ത് പത്മനാഭന്റെ മരുമകനെ എന്റെ അമ്മാവന്റെ ദേഹത്ത് തൊട്ടിട്ട് നീയൊക്കെ ഇവിടുന്ന് രണ്ടു കാര്യം പോകുന്ന എനിക്കൊന്ന് കാണണം. തല്ലി കൊല്ലടാ ഇവനെ. അയ്യോ കിരീടാ, അയ്യോ, വേണ്ട ഏട്ടാ. ഏട്ടാ വേണ്ട, ഏട്ടാ വേണ്ട ഏട്ടാ, ഏട്ടാ, അയ്യോ, വല്യേട്ടാ. ഏട്ടാ. ഏട്ടാ. കിരീടാ, വേണ്ട ഏട്ടാ, അയ്യോ, ഏട്ടാ. ഏട്ടാ വേണ്ട. ഓ ഞാൻ ദാ വരുന്നു. ഏട്ടാ വേണ്ട, ഏട്ടാ വേണ്ട, ഒന്നും ചെയ്യണ്ട. ഏട്ടാ വേണ്ട. ഏട്ടാ ഏട്ടാ, 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 ഏട്ടാ ഒന്നുമില്ല, പേടിക്കണ്ട, ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നുമില്ല. എന്താടാ എന്താടാ അവിടെ? എന്താണ് പ്രശ്നം? എന്താ മുതലാളി? ഇവന്മാരാ സാർ പ്രശ്നം. ഇങ്ങോട്ട് പോടാ. എഴുന്നേൽക്കണം. ഇവന്മാരെ കൊണ്ടുപോയി അകത്തിട്ട് പൂട്ടു സാറേ. എന്നിട്ട് ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാൻ പറ്റാത്ത കേസുകളൊക്കെ ചേർത്ത് കൊടുക്ക്. മുതലാളിക്ക് എന്തെങ്കിലും? ഏയ് എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ദേ ഇനി ഇവന്മാര് പുറം ലോകം കാണരുത്. ആ ഞാൻ നോക്കിക്കോളാം. എന്നാ കൊണ്ടുപോയിക്കോ ഇവന്മാരെ. വാടാ. വരാൻ. നടക്കണം അങ്ങോട്ട്. നീ വണ്ടി എടുക്ക്. ശരി അച്ഛാ. ഏട്ടാ, ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മോളെ. ഏട്ടാ, അമ്മാവന് നകുലേട്ടന് വേണ്ടിട്ടല്ലേ ഈ അടിയല്ല ഉണ്ടാക്കിയത്? എന്നിട്ട് അവര് വേഗം സ്ഥലം വിട്ടല്ലോ. ഒരു നന്ദി പോലും പറഞ്ഞില്ല. എന്താ ഇത്? നിങ്ങൾ എല്ലാരും കൂടെ അമ്മാവനെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അവര് വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നപ്പോ ജീവനും കൈപ്പിടിച്ചല്ലേ ആ പാവം അവിടെ നിന്ന്. ആ പേടി ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. അത് മതി. വാ നമുക്ക് പോവാം. വാ.
ബാലു ബാലു കരയാ? ബാലുവിനോട് കരയില്ലെന്ന് പറഞ്ഞിട്ടല്ലേ മാള് ഇവിടെ നിന്ന് പോയേ? എന്നിട്ടും കരയാ? ഇനി ഇങ്ങനെ കരഞ്ഞ മാളു ബാലുവിനോട് പിണങ്ങും കേട്ടോ. വേദനിക്കുക. സാരമില്ല, കരയണ്ട കേട്ടോ. കരയില്ലേ? മോളെ, മോളോട് ഇവിടെ വരരുതെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? പിന്നെന്തിനാ മോള് വന്നത്? മോളെ, മോള് വേഗം മോളുടെ റൂമിലേക്ക് പൊക്കോ. മോൾ ഇവിടെ ഇരിക്കുന്ന കണ്ട മോളുടെ അച്ഛനും അമ്മയും മോളെ വഴക്കു പറയും. മോള് പൊയ്ക്കോ, ഇല്ലെങ്കിൽ മോളെ തല്ലു അവര്. ഇല്ല, ഞാൻ പോവില്ല. ബാലുവിന്റെ വേദന മാറട്ടെ, എന്നിട്ട് ഞാൻ പോവാം. മോളെ പറയുന്ന കേക്ക്. ബാലുവിന് സങ്കടം വന്നാ എനിക്കും സങ്കടം വരും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. മോളെ, മുത്തശ്ശി പറയുന്ന കേക്ക്. മോളിപ്പൊ പോ. ഇല്ല, ഞാൻ പോവൂല. ഞാൻ ബാലുവിന്റെ അടുത്തിരുന്നോളാം. അമ്മേ, മാളു ഇവിടെ ഇരുന്നോട്ടെ. ബാലു, നിനക്ക് ഈ കൊണ്ട് അടിയൊന്നും പോരെ. ഈ മോൾ ഇവിടെ ഇരുന്നാ അവര് ചിലപ്പോ നിന്നെയും കൂടി തല്ലും. അത് കണ്ടു നിൽക്കാൻ എനിക്കിനി വയ്യ. മാളു, നിന്നോട് ഞാൻ ഈ നാശം പിടിച്ചവന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇവനോട് കൂട്ടുകൂടരുന്ന് പറഞ്ഞിട്ടില്ലേ? അമ്മേ, പറഞ്ഞു അനുസരിക്കില്ലല്ലേ? അച്ഛൻ എന്തിനാ ബാലുവിനെ തല്ലിയേ? നിർത്തടി. ചെറിയ വായി വലിയ വർത്താനം വേണ്ട. കാഞ്ചിട്ടെ, ഇവിടെ വിളിച്ചോണ്ട് പോ. വാടി ഇവിടെ. നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് മാളുവിനെ എന്റെ അകത്ത് വിളിച്ച് കയറ്റരുതെന്ന്. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. ഞാൻ ഇവന് കൊടുക്കാൻ ഇത്തിരി കഞ്ഞി എടുക്കാൻ പോയ നേരത്ത് മോൾ ഇവിടെ വന്നതാ. നിങ്ങളെ സന്തതിയും കൂടെ എന്റെ മോളെ വഷളാക്കരുത്, പറഞ്ഞേക്കാം. മോനെ വിശ്വ, എനിക്ക് മോനോടൊരു അപേക്ഷയുണ്ട്. ബാലു എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച നിങ്ങൾ ഇവനെ വഴക്കു പറഞ്ഞു, ഇവന്റെ ചെവിക്ക് പിടിച്ചു. പക്ഷെ തല്ലരുത്. ഇവനെന്തെങ്കിലും സംഭവിച്ചു പോയാ ഇവനും നിന്റെ അനിയൻ തന്നെയല്ലേ മോനെ? ഏത് ഗണത്തിലടി ഇവൻ വിശ്വജിത്തിന്റെ സഹോദരനാവുന്നത്? വിശ്വജിത്തിന് ഒരേ ഒരു സഹോദരനേ ഉള്ളൂ, അത് ഇന്ദ്രജിത്താണ്. എന്റെ മകന്റെ മക്കളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഇവർ രണ്ടുപേരെയാ. അല്ലാതെ ഇവന്റെ അമ്മ മരിച്ചപ്പോ എന്റെ മോൻ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നിന്നെയും അതിൽ അവനുണ്ടായ ഈ സർപ്പസന്തതിയെയും ഈ കുടുംബത്തിലെ അംഗങ്ങളായി ഞാനോ ഇവരോ കണ്ടിട്ടില്ല. അത് നിനക്കറിയാലോ. പിന്നെ എന്തിനാ നീ ബന്ധവും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്? എന്നെയും മോനെ അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിൽ ഞങ്ങളെ രണ്ടാളെ ഇവിടുന്ന് ഇറക്കി വിടാൻ എത്ര കാലമായി ഞാൻ പറയുന്നു. നിങ്ങൾ ഞങ്ങളെ ഇറക്കി വിട്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ആ ബുദ്ധി കൈ തന്നെ വെച്ചാ മതി. ഞങ്ങൾ ഇവിടെ ഇറക്കി വിട്ടാ നിങ്ങക്ക് കേസിന് പോവാലോ. എന്നിട്ട് ഞങ്ങളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാലോ. ചാകാ നേരെ ഈ കുടുംബത്തിന്റെ സ്വത്തുക്കൾ മുഴുവനും അച്ഛൻ ഇവന്റെ പേരിൽ എഴുതി വെച്ചതല്ലേ ഞങ്ങൾക്ക് വിനയായത്. അതുകൊണ്ടല്ലേ നിങ്ങളെ കൊല്ലാനും വയ്യ വളർത്താനും വയ്യ എന്ന സ്ഥിതി ഞങ്ങൾക്കായത്. വിശ്വ, മതി, നിർത്ത്. പാടിയ പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടണ്ട. ആ, നിന്നോടൊരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ദ്രനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അത് ഭംഗിയായിട്ട് നടത്തണം. അതിനെന്തെങ്കിലും ഒരു തടസ്സമാകാൻ നീയോ നിന്റെ മോനോ വന്നേക്കരുത്. വന്ന അമ്മേ, ശരിക്കും ഈ അവസ്ഥ വരേണ്ടത് അമ്മാവനായിരുന്നു.
കൃത്യസമയത്ത് ഗിരിയേട്ടൻ കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ ഗുണ്ടകൾ എല്ലാരും കൂടെ ചേർന്ന് അമ്മാവനെ ഇഞ്ചപ്പരുവാക്കിയേനെ. എന്നിട്ട് ഏട്ടനോടൊരു താങ്ക്സ് പോലും പറഞ്ഞില്ലെന്നേ. അതാ എനിക്ക് വിഷമം. നന്ദി പറയേണ്ടതേ നമ്മളല്ലേ. നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്ന പോലും അമ്മാവ് ഒരാൾ കാരണം. കുഞ്ഞി കുഞ്ഞി ആരാ നോക്കി? ആ കൊച്ചന്റെ ഏട്ടത്തിയാ. ആ ഇങ്ങോട്ടോ. ആ ചേട്ടത്തി പറഞ്ഞോ. ആ മോനെ ഗിരി, ആ നമ്മുടെ രത്നമൊക്കെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എന്താ ജോലി? ദുബായിൽ ജോലി ചെയ്യുവാ. ചേട്ടത്തി ദുബായ് എന്ന് പറഞ്ഞോണ്ടായില്ല. എത്ര ആളുകളാ അവിടെ ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന. നമ്മുടെ ആളെ അവിടെ എന്ത് ചെയ്യാന്ന് പറ. ആ എഞ്ചിനീയറാ. ആളിപ്പോ ദുബായിലാ, നാളെ നാട്ടിലെത്തും. ഗിരി പറഞ്ഞ പയ്യൻ വരുമ്പോ ഞാൻ അവനെയും കൂട്ടി അങ്ങോട്ട് വരാം. ഞാൻ വിളിക്കാൻ ചേട്ടത്തി. എന്തിനാ ഏട്ടാ കൊച്ചനമ്മ ബ്രോക്കറെ വിളിച്ചേ? കാര്യമുണ്ട്. സസ്പെൻസ് ഇടാണ്ട് കാര്യം എന്തെന്ന് പറയട്ടാ. പറയാം. ഞാൻ ആദ്യം അമ്മാവനൊന്ന് കാണട്ടെ. അമ്മയുടെ പെയിനൊക്കെ ഇപ്പൊ മാറും. മാറിയാ മതിയായിരുന്നു. ഈ മരുന്ന് തന്നിരിക്കുന്നതേ ഡോക്ടർ പാർവതിയാ. അമ്മയ്ക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. പിന്നൊരു കാര്യം ഞാൻ പറയാം. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ സൗഭാഗ്യക്കുട്ടി ഓടി നടന്ന് ജോലി ചെയ്താലേ കൈമുട്ട് വേദന മാത്രല്ല പല വേദനകളും വരും. കൈക്കൊരു വേദന. മോളെന്താന്ന് നോക്കുമായിരുന്നു. അയ്യോ, കയ്യിന്ന് വഴുതിപ്പോയി. ആ മോളെ ഇതൊന്ന് വൃത്തിയാക്കിക്കേ. ഭാഗ്യേ, നിന്റെ കയ്യില് വേദന മാറിയോ? മോള് തൊട്ടപ്പോ തന്നെ വേദന കുറച്ച് മാറി. ഓ, നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാ അവള്. ഒരു ഡോക്ടർ കുഴല് പിടിക്കാൻ വിട്ട സമയത്തെ കുപ്പകോരം പഠിപ്പിച്ചാ മതിയായിരുന്നു. ഏയ്, മോള് ചെയ്യല്ലേ? മോളെ, മോൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് MBBS പഠിച്ചൊന്നും അല്ല. ഒരു മരുമകളായിട്ട് ചെന്ന് കേറുമ്പോ ആ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാ. കുടുംബവും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉത്തരവാദിത്തങ്ങളും കൂടും. അതെന്തൊക്കെയാണെന്ന് നീ അമ്മയോട് ചോദിക്ക്. അമ്മ മോക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും.
ആ ഗിരി, എന്താ ഗിരി? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഗിരിയുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ സന്തോഷമുള്ള കാര്യ. അതെ അപ്പച്ചി, സന്തോഷമുള്ള കാര്യം തന്നെയാ. അതാദ്യം അമ്മാവനോട് പറയാന്ന് കരുതി. രത്നക്കുട്ടിക്ക് ഒരു കല്യാണാലോചന ബ്രോക്കർ കൊച്ചന്റെ ചേട്ടത്തി കൊണ്ടുവന്ന. കൊച്ചെന്ന ചേട്ടത്തി കൊണ്ടുവന്ന ആലോചനയാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. അതിപ്പോ പേടിക്കണോ വേണ്ടെന്നൊക്കെ കല്യാണ ശേഷമല്ലേ പറയാൻ പറ്റൂ.